ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ പോണത് ഷാർജയ്ക്കാണ് കേട്ടോ. വീക്കെൻഡായിട്ട് നമ്മൾ ഫ്രൈഡേ ഈവനിങ് തന്നെ അബുദാബിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാറ്റർഡേയും സൺഡേയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഷാർജ മുവൈലയിലുള്ള സ്വീറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറിക്കാണ് നമ്മൾ വന്നത്. ഇത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് വന്നതാണ്. ഇവിടെ തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള കാലാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് ക്യാബേജും മഷ്റൂമും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അതും പിന്നെ നെയ്പ്പായസം വിത്ത് ഐസ്ക്രീമാണ് നമ്മൾ പറഞ്ഞത്. നെയ്പ്പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന മാതിരി. പിന്നെ ഐസ്ക്രീമും കൂട്ടി കഴിക്കാൻ ആ ഒരു കോമ്പിനേഷനും അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കോഫിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അവിടെ അല്ലാതെ കുറേ ബേക്കറി ഐറ്റംസും കേക്ക്, സ്വീറ്റ്സ്, ഹൽവ, ബർഫി, അങ്ങനെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചാമൃതമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് മാത്രമേ പറഞ്ഞുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച് വന്ന കാരണം ആർക്കും കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ്. ഉച്ചയ്ക്ക് ഫിഷ് ബിരിയാണി ആയിരുന്നു. ഫിഷ് ബിരിയാണി, പപ്പടം, ചമ്മന്തി, സാലഡ്, ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് പോകും. നമ്മൾ ഡേ ടു ഡേ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആദ്യം പോയത് അജ്മാനിലുള്ള എവരിഡേ മോളിലേക്കാണ്. ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിന് പെർഫ്യൂംസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല പാക്കിങ്ങൊക്കെ ഉള്ള നല്ല കളക്ഷൻസ് ഉണ്ട് പെർഫ്യൂംസിൻ്റെ. അപ്പോൾ ഇവിടേക്കാണ് ആദ്യം പോയത്. പിന്നെ നമ്മൾ പോയത് ഡേ ടു ഡേക്കാണ് കേട്ടോ. ഡേ ടു ഡേ കയറിയ പിന്നെ ടൈം പോണത് തന്നെ അറിയില്ല. വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു. എന്നിട്ട് പിന്നെ ഓർമ്മ വരുമ്പോൾ എടുത്തുള്ള വീഡിയോ ആണ് ഇതൊക്കെ. ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് മന്ത് നാട്ടിലേക്ക് പോണ കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടിയാണ്. പിന്നെ ഇവിടെ 10 റംസിൻ്റെ പലസും അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മേടിക്കാനാണ് മെയിനായിട്ട് വരണത്. പിന്നെ നോക്കി മേടിക്കുമ്പോൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ എടുത്തിടും. അങ്ങനെ ഒരു ട്രോളി നിറച്ച സാധനങ്ങളായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ ഒരു ചേട്ടനും വൈഫും കൂടെ അസർബൈജാൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന വൈനാണ് കേട്ടോ അത്. അപ്പോൾ വീക്കെൻഡായ കാരണം എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഇവിടെ പൊതുവെ എല്ലാ വീക്കെൻഡ്സും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയുക, ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയൊക്കെ. നമ്മൾ പക്ഷേ അബുദാബിയിലായ കാരണം എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല. നമ്മൾ അബുദാബിക്ക് മാറിയതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണതും ഇങ്ങനത്തെ വീക്കെൻഡുകളാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം സൺഡേ ഉച്ചയ്ക്ക് ഷാർജ റോളയിലുള്ള മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ബെഡ്ഷീറ്റ് റോളിൽ നിന്നൊക്കെ മുറിച്ച് കൊടുക്കും. അപ്പോൾ അത് ബെഡ്ഷീറ്റ് മേടിക്കാനാണ് മെയിനായിട്ട് വന്നത്. ബെഡ്ഷീറ്റിൻ്റെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി പ്രിൻറ്റുകളും ആണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ്. മീറ്ററിന് 5 റംസാണ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ ആവശ്യത്തിന് കിങ് സൈസ്, ഡബിൾ, സിംഗിൾ ഏതാ വേണ്ടച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു 10-12 ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ നന്നായി ബാർഗെയിൻ ചെയ്താൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. പിന്നെ ബെഡ്ഷീറ്റ് മാത്രമല്ല, അത് ഉള്ളിലേക്ക് പോകുന്തോറും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബെഡ്ഷീറ്റിൻ്റെ. അതുകൂടാതെ റണ്ണിങ് മെറ്റീരിയലുകളും ഉണ്ട്. റണ്ണിങ് മെറ്റീരിയൽ 5 റംസ് 10 റംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മീറ്ററിന്. നമുക്ക് ബെഡ്ഷീറ്റ് മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ബെഡ്ഷീറ്റിൻ്റെ അറ്റമൊക്കെ ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. പില്ലോ കവറൊക്കെ ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ ഒരു ½ ആൻ അവർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്. നമ്മൾ നല്ല ഉച്ച സമയത്താണ് പോയത്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കഫേയിൽ പോയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി.
പിറ്റേ ദിവസം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജൂലൈ 15. അപ്പോൾ ഞങ്ങൾ പോണേറ്റ് മുന്നേ ഇവർ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തോടു കൂടി ഇറങ്ങി. അബുദാബിക്ക് പോകേണ്ട കാരണം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് അബുദാബിക്ക് പോവാണ്. പോണ വഴിക്ക് ഒരു കോഫി കുടിക്കാൻ കയറി. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.